നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെയുള്ള കേരള എക്സ്പ്രസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണിത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസവും ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഝാൻസി വീരങ്കന ലക്ഷ്മിഭായ് ജംഗ്ഷൻ ഝാൻസി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കിലോമീറ്ററും കൂടെ ഉണ്ടാവുള്ളൂ. സമയം ഇപ്പോൾ എത്രയായി? സമയം 7:40. വണ്ടി 7:20 എത്തേണ്ടത്. 20 മിനിറ്റ് ഡിലേ ആണ്. അതൊന്നും ഒരു ഡിലേ അല്ല, അതൊക്കെ ഓടിപ്പിടിക്കാം. അല്ല, കേരള എക്സ്പ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു ഡിലേ അല്ല. പക്ഷേ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വണ്ടിക്ക് എത്തിയ ഡേറ്റ് നോക്കിയപ്പോൾ സമയം നോക്കിയപ്പോൾ 1.5 മണിക്കൂറൊക്കെ ഡിലേ ആയിട്ടാണ് എത്തിയത്. ഇന്നെന്തോ ഭാഗ്യത്തിന് വലിയ ഡിലേ ഒന്നും ഇല്ല. ഝാൻസി എത്തിയിരിക്കുകയാണ്. ഇവിടെ WP7 ഒക്കെ കാണുന്നുണ്ട്, ലോക്കോമോട്ടീവ്. ഇവിടെ ഇല്ല, റോയാപുരത്തിൻ്റെ WP7. ഒരു പാരലൽ റണ്ണാ, ഒരു ഗുഡ്സ് വണ്ടി പോയതാ. രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. കാലാവസ്ഥ ഇങ്ങനെയാണെങ്കിലും നല്ല തണുപ്പാ. ഇത് നമ്മുടെ പോസ്റ്റിനൊക്കെ വെക്കുന്നതല്ലേ, ലൈൻ അതല്ലേ? റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി ഇതും ഒരുമിച്ചാണല്ലോ കയറി പോകുന്നത്. ഈ ട്രാക്കിലേക്ക് ഇത് കയറുന്നുണ്ട്. ഇതാ ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, ട്രെയിൻ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്. ഝാൻസി വീരങ്കന ലക്ഷ്മിഭായ് ഝാൻസി. ഇതൊക്കെ ജനറൽ കയറാനുള്ള തിരക്കാണ്. അയ്യോ, ഡൽഹി ഭാഗത്തേക്ക് നല്ല തിരക്കുണ്ടല്ലോ. ഇതിനൊക്കെയുള്ള സ്പേസ് ഉണ്ടാവോ ജനറലില്? ഓൾറെഡി ഇപ്പം ജനറൽ ഫുള്ളാണ് ഉള്ളത്. ഏത് പ്ലാറ്റ്ഫോമിലാണ് പോകുന്നത്? ഇത് എത്ര നമ്പർ പ്ലാറ്റ്ഫോമാണെന്നൊരു പിടുത്തമില്ല. നാലാം നമ്പർ അതെ, 4-ാം നമ്പർ പ്ലാറ്റ്ഫോം തന്നെയെന്ന് തോന്നുന്നത്. ഇവിടെയൊക്കെ തേർഡ് AC വരുന്നത്, G4. നമ്മുടെ ആ മുന്നിലാണ്, കുറച്ചും കൂടെ പോകും. ഇതെന്നെ നിർത്താത്ത. ഇവിടെയാണല്ലോ നമ്മുടെ കോച്ചിൻ്റെ ഇവിടെ പാൻട്രിയാണ് വരുന്നത്. അത് പാൻട്രി കഴിഞ്ഞോടുള്ള സ്ഥലത്താണ് നമ്മളത്. ഇവിടെ തന്നെ S7 വരുന്നത്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 5 ആട്ടോ ഇത് വരുന്നത്. ഇത് നമ്മളെ വണ്ടി വന്ന് 4, ഇത് 5. ഇത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 5 മിനിറ്റാണ് നമ്മളെ വണ്ടിക്ക് ഹോൾട്ട് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ രണ്ടാമത്തെ പാട്ട് നിർത്തിയത് നാഗ്പൂരിൽ വെച്ചാണ്. നാഗ്പൂർ കഴിഞ്ഞ് ഇറ്റാർസി, ഭോപ്പാലക്ക്, ബിന കഴിഞ്ഞ് നമ്മൾ ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ചേർന്നിരിക്കുകയാണ്. നമ്മളുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോ, അതായത് ഗതിമാന്റെ വീഡിയോ ഒക്കെ ചെയ്തത് ഈ ഝാൻസി റെയിൽവേ. അത് 7-ാം നമ്പർ പ്ലാറ്റ്ഫോം അല്ലേ? അവ ഞങ്ങൾ അതിൽ പറഞ്ഞതുണ്ടല്ലോ, വീരങ്കന ലക്ഷ്മിഭായ് എന്നാണ്. വീരങ്കന. അപ്പൊ പലരും പറഞ്ഞു വീരങ്കനയല്ല, വീരാങ്കന ലക്ഷ്മിഭായ്, അതായത് വീരാങ്കന എന്നാണ്. അപ്പൊ അതായത് അത് പറഞ്ഞൊരു കാര്യം, നമ്മളതിന്റെ ഇംഗ്ലീഷ് മാത്രമാണ് നോക്കിയത്. നമ്മളെ കേരളത്തിൽ തന്നെ ചെറുവത്തൂർ ചെറുവട്ടൂർ എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ തന്നെ പാലക്കാടിനെ പാലക്കാട് നമ്മളത് അംഗീകരിക്കും. പേര് മലയാളത്തില് പാലക്കാട് നിന്ന് ചെറുവത്തൂർ എന്നാണ്, പക്ഷെ ഇംഗ്ലീഷില് ചെറുവത്തൂർ നിന്ന് പാലക്കാട് എന്നാണ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിപ്പോ ഹിന്ദി വേർഡല്ല, അപ്പൊ ഹിന്ദി തന്നെയാ കറക്റ്റ് നോക്കേണ്ടത്. ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് പറഞ്ഞത്. നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, കാരണം നമ്മളെ മിസ്റ്റേക്ക് തന്നെയാണ്. അങ്ങനെയല്ല, വീരങ്ങനെ
അങ്ങനെയാണ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരവനിതയായ ലക്ഷ്മിബായിയുടെ പേരിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. നേരത്തെ ഝാൻസി ആയിരുന്നു, ഇപ്പം പുനർനാമകരണം ചെയ്തിട്ട് വീരാംഗന ലക്ഷ്മിബായി ജംഗ്ഷൻ എന്നാക്കി മാറ്റി. ഇവിടെ 5 മിനിറ്റാണ് ഹോൾട്ട്. അത് കുറച്ച് മിനിറ്റ് നമുക്ക് ഝാൻസി വിട്ടതിന് ശേഷം ഒന്ന് ഫ്രഷപ്പ് ആവാം അല്ലേ? നല്ലൊക്കെ തേക്കാനുണ്ടോ? 5 മിനിറ്റത്തെ ഹോൾട്ടിന് ശേഷം ഝാൻസിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പറയാൻ വിട്ടൊരു കാര്യം, തിരുവനന്തപുരത്ത് നിന്ന് ഝാൻസി വരെ ഇപ്പോൾ 2627 കിലോമീറ്റർ നമ്മളിപ്പോൾ സഞ്ചരിച്ചു. ഇനിയിപ്പോൾ ഡൽഹിയിലോട്ട് ഒരു 410 കിലോമീറ്റർ ഉണ്ടാവും പോകാൻ വേണ്ടിയിട്ട്. വെയിൽ വന്ന് തുടങ്ങിയിട്ടോ, നല്ല വെയിൽ വരുമ്പോൾ ആണ് തണുപ്പിനൊരു ആശ്വാസം കിട്ടുന്നത് കുറച്ചെങ്കിലും. ഇപ്പം ഇവിടെ വേറെ ഏതോ ഒരു വണ്ടിയും കൂടെ വരാനുണ്ട്. ഒരു അനൗൺസ്മെൻറ്റ് കേട്ട പോലെ അഹമ്മദാബാദിലോട്ട് പോകുന്ന വണ്ടിയായിട്ടാണ് തോന്നുന്നു. ഇനി അടുത്ത സ്റ്റോപ്പ് ഗ്വാളിയർ അല്ലേ? ഗ്വാളിയർ മധ്യപ്രദേശ്. നമ്മൾ ഭോപ്പാൽ മധ്യപ്രദേശ് ഉണ്ടായതാണ്, ബീന മധ്യപ്രദേശ്. അത് കഴിഞ്ഞിട്ട് ഉത്തർപ്രദേശിലത്തെ വീരാംഗന ലക്ഷ്മിബായി ഝാൻസിയിൽ വീണ്ടും നമ്മൾ മധ്യപ്രദേശിലേക്ക് കയറുന്നുണ്ട്. അതിന് വീണ്ടും ഉത്തർപ്രദേശിൽ കയറുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കയറും. വെറൈറ്റി അല്ലേ? ഝാൻസി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ രാവിലെ ഫ്രഷപ്പ് ആവണം, പല്ല് തേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചായയും ബന്നും കഴിക്കാം. ഈ ഝാൻസിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന റൂട്ട് ഉണ്ടല്ലോ, നല്ല സ്പീഡ് ട്രാക്കാണ്, നല്ല പോക്കാണ്. കാരണം നമ്മൾ ഗതിമാൻ എക്സ്പ്രസ്സിലൂടെ പോകുന്നത് 160+ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി 160 കയറൂലായിരിക്കും, എന്നാലും നല്ല സ്പീഡാണ് എന്താ പറയുക ഈ ഒരു ട്രാക്കിലെ കൂടെ. അപ്പം ഈ ഝാൻസിന്ന് രാവിലെ വണ്ടി ഒരു 7:40 വണ്ടി എത്തിയിട്ട് ഇവിടുന്ന് എനിക്കൊന്ന് ഡൽഹിയിലേക്ക് ഈ പകൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് കയറി ഒരുപാട് പേരുണ്ട്. കാരണം നമ്മുടെ ഈ താഴെയൊക്കെ കുറേ പേര് കയറിയിട്ടുണ്ട്. ഒരുപാട് പേര് പകൽ സ്ലീപ്പറിൽ ഒരുപാട് പേര് ഇവിടെയൊക്കെ 3 പേരൊക്കെയാണ്. സൈഡിൽ ഓവറിൽ താഴെ ഫുള്ള്. അത് ഈ കോച്ച് മൊത്തം റഷ് തന്നെയാണ്. പിന്നെ ഇതിന് പുറമെ തന്നെ നമ്മുടെ വിൻഡോന്റെ ആ ഡോറിന്റെ ഭാഗത്തൊക്കെ അത് ഫുള്ള് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പർ. പകൽ സ്ലീപ്പർ എല്ലാ കോച്ചിലും ഇല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ തിരുവനന്തപുരം ഡിവിഷനിലൊന്നും അങ്ങനെ പകൽ പിന്നെ സ്ലീപ്പർ അങ്ങനെ ഈ കേരള എക്സ്പ്രസിന് ഇല്ല. പക്ഷെ അതുപോലെയല്ല ഇവിടെത്തെ എനിക്ക് കാര്യം അറിയില്ല, അത് ഓരോ ഡിവിഷന്റെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ സീറ്റ് വരുന്നത് ഈ ഒരു അപ്പറും ഒരു ഇതിന്റെ താഴെയുള്ള മിഡിലും ആണ്. മിഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 മണിയാകുമ്പോൾ അതിന്റെ താഴത്ത് വെക്കേണ്ട കാര്യമുണ്ടല്ലോ, കാരണം ആൾക്കാർക്ക് ഇരിക്കണമല്ലോ. പിന്നെ അപ്പുറമാകുമ്പോൾ നമുക്ക് നമ്മുടെ 2 ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ S7 ആണ് നമ്മുടെ കോച്ച് വരുന്നത്. ഇപ്പൊ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഗ്വാളിയർ ഏകദേശം ഒരു 65 കിലോമീറ്റർ ഉണ്ടാവും. ഇപ്പൊ വണ്ടി ഒരു 120 സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം കൃഷിപ്പാടാണ് കേട്ടോ, ഏക്കർ കണക്കിലുണ്ട് കൃഷിപ്പാടം. കേരള എക്സ്പ്രസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ എത്തിയപ്പോൾ പറക്കുക വണ്ടി, സ്പീഡിനൊന്നും ഒരു കുറവുമില്ല, കൊടുത്ത് മറിക്കും. മധ്യപ്രദേശിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ഗ്വാളിയർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഗ്വാളിയർ ഇവിടെയല്ല പ്ലാറ്റ്ഫോം വരുന്നത്, ഇപ്പുറത്തെ സൈഡിലാണ്. ഇതൊരു പാസഞ്ചറാണ്, അല്ല പാസഞ്ചർ അല്ല കേട്ടോ, ഒരുപാട് റേക്ക് ഷെയറിംഗ് ഉണ്ടായിരിക്കും. ഗ്വാളിയർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ 3 മിനിറ്റാണ് നമ്മുടെ. അതെ, മധ്യപ്രദേശാണ്. അടുത്ത സ്റ്റേഷൻ ആഗ്ര. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ഒരു പ്രത്യേകത, വിശേഷണമുണ്ട് കേരള എക്സ്പ്രസിന്, കിങ് ഓഫ് ഓവർടേക്ക് അല്ലേ? അതായത് ഈ റൂട്ടിലുള്ള കുറെ ട്രെയിനുകൾ നമ്മുടെ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടിക്ക് നല്ല പ്രയോറിറ്റി. അതെ അതെ അതെ, ഒരുപാട് വണ്ടികൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ രണ്ടാമത്തെ പാട്ടിൽ ഞാൻ നമ്മുടെ കേരള എക്സ്പ്രസിനെ കുറിച്ച് അല്ല നമ്മളെ വണ്ടിയല്ല, നമ്മളെ വണ്ടി കൂടെ വന്നതല്ലോ. നമ്മുടെ കേരള എക്സ്പ്രസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കേരള എക്സ്പ്രസിന്റെ പേര് പഴയത് KK എക്സ്പ്രസ് എന്നാണ് അറിയപ്പെട്ടത്. നമ്മുടെ KK എക്സ്പ്രസ് എന്ന്
എന്ന് പറഞ്ഞാൽ 1970 സമയങ്ങളിൽ കർണാടക വണ്ടി അതുപോലെ തന്നെ നമ്മുടെ കേരള വണ്ടി അതാണ് KK എന്ന് അറിയപ്പെടാൻ കാരണം. അതായത് കർണാടക എക്സ്പ്രസും കേരള എക്സ്പ്രസും ലിങ്ക് ആയിട്ടാണ് പോയിട്ടുണ്ടായത്. ജോളാർപേട്ട വരെ ഈ രണ്ട് വണ്ടിയും സിംഗിൾ ആയിട്ട് വന്നിട്ട് ജോളാർപേട്ടയിൽ നിന്ന് ലിങ്ക് ആയിട്ട് നേരെ ഡൽഹിയിൽ നിന്ന് ഇതേപോലെ ജോളാർപേട്ട വരെ വന്നിട്ട് അവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് ബാംഗ്ലൂരിലേക്കും തിരുവനന്തപുരത്തേക്കും പോകും. അതാണ് KK എക്സ്പ്രസ്. അത് 1983 മുതലാണ് തോന്നുന്നു സെപ്പറേറ്റ് ആയി വന്നത്. പിന്നെ അതുപോലെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിലോടുന്ന ഡെയിലി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് നമ്മുടെ കേരള എക്സ്പ്രസ്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിലോടുന്ന ഡെയിലി ട്രെയിൻ എന്ന് പറയുന്നത് അവധ് ആസാം എക്സ്പ്രസ് ആണ്. ദിബ്രുഗറിലേക്ക് പോകുന്ന വണ്ടി. അപ്പൊ ഡെയിലി റണ്ണിങ് സൂപ്പർ ഫാസ്റ്റ് എന്ന ഒരു ക്രെഡിറ്റ് നമുക്ക് തന്നെയാണ്. നമ്മുടെ കേരള എക്സ്പ്രസ് 3070 ആ ഒരു കിലോമീറ്റർ ഓടുന്നു, 3070 ആ ഒരു റേഞ്ചിൽ. പക്ഷെ അവകാശം ഓടുന്നത് 3114 ആണ്. 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ കമന്റ് ചെയ്യുന്നവർ നമ്മൾ പറയുന്നത് വ്യക്തമായി കേട്ടതിന് ശേഷം കമന്റ് ചെയ്യുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഓടുന്ന ട്രെയിൻ എന്ന ക്രെഡിറ്റ് വിവേക് എക്സ്പ്രസിന് തന്നെ. അതെ, അവിടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ പെട്ടെന്ന് ആ വണ്ടി എടുത്ത് ഗ്വാളിയാർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ആഗ്രയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആഗ്ര കണ്ടോൺമെൻറ്റ് ജംഗ്ഷൻ. കുറച്ച് ഓടാനുണ്ട്. ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ അല്ലേ? 2 അല്ല 3 ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടുണ്ട് തോന്നുന്നല്ലേ? ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ വണ്ടി വന്നത് 2-ലും. രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ബ്രെഡാണ് കഴിക്കുന്നത്. 2 ചായ വാങ്ങണം. ചായക്ക് പൈസ ഒന്നും കൂട്ടിയില്ല മോനെ. തടുപ്പം അധികം ആക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു പോയിന് ചായക്ക് പൈസ കൂടിയിട്ടല്ലോ അല്ലേ? ഇല്ല, ചായക്ക് പൈസ കൂടിയിട്ടില്ല. അതേ 10 രൂപ തന്നെ. ഈ ഒരു കുഴപ്പം പോരെ. പിന്നെ ഈ ചായയും ബന്നുണ്ട് കേട്ടോ. ബന്നുണ്ട്. നമ്മള് വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നാട്ടിൽ തന്നെ വാങ്ങിയ ബന്നാണ്. അപ്പം നമ്മൾ രാവിലെ ഈ ബ്രെഡ് ഓംലേറ്റ് കഴിക്കുന്നതിനോട് അതേ മാത്രമേ ഓംലേറ്റിനോട് താല്പര്യം. കാരണം ബ്രെഡ് ഓംലേറ്റ് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ബന്ന് കഴിക്കുന്നില്ല. കാരണം ആകെ 2 ബ്രെഡ് ഉണ്ടാവും. ഒരു സിംഗിൾ ഒരു ഓംലേറ്റ് മാത്രമല്ലേ ഉള്ളൂ. അതിന് 50 രൂപ. കാരണം അത് വേറെ നഷ്ടമാണ്. അതിലും പേര് നമുക്ക് ഇത് തന്നെയാണ് അല്ലേ? WP5 ആണ്. ആഗ്ര എത്തുന്നതിന് മുമ്പ് 1 കിലോമീറ്ററിന് മുന്നേ ഏതോ ഒരു വണ്ടി കൂടെ വരുന്നുണ്ട്. ഞാൻ ലൈവ് സ്റ്റാറ്റസ് നോക്കിയില്ല. ഏതോ ഒരു വണ്ടി. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. ഇവിടെ 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. അതുകൊണ്ട് തിരക്കില്ല. നമുക്കെന്തായാലും പുറത്തിറങ്ങാം അല്ലേ? പുറത്തിറങ്ങാം. നല്ല തിരക്കുണ്ടാവും. കാരണം ഇവിടുന്ന് ഡൽഹിയിലേക്കൊക്കെ ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ജനറൽ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് നേരെ എല്ലാവരും സ്ലീപ്പർ കയറും. ആഗ്ര കണ്ടോൺമെന്റ് എന്ന് പറയും. കണ്ടോൺമെന്റ് വരാൻ കാരണം ഈ എന്താ പറയുക, ഈ ആർമി ക്യാമ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ബാംഗ്ലൂർ കണ്ടോൺമെന്റ് ഉണ്ടല്ലോ, അതേപോലെ ജലന്ധർ കണ്ടോൺമെന്റ്, ജലന്ധറും ഉണ്ട്.
ആഗ്ര കണ്ടോൺമെന്റിൽ ഞങ്ങളുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. 5 മിനിറ്റ് ഹോൾഡ് ഉണ്ടല്ലേ? 5 മിനിറ്റ്. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പിന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് സെന്ററിന്റെ കാര്യം പറഞ്ഞ കാര്യമില്ലല്ലോ. നമ്മുടെ താജ്മഹൽ, ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ടാവില്ലേ? 5-6 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് പുറത്തൊക്കെ സൈക്കിൾ, റിക്ഷ, ഓട്ടോറിക്ഷകളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ പോവാം. പിന്നെ വെള്ളിയാഴ്ച താജ്മഹൽ അവധിയാണ്. ഇപ്പൊ 10:40 സമയം. വണ്ടി വലിയ ഡിലേ ഒന്നും ഇല്ല കേട്ടോ. 15 മിനിറ്റ് മാത്രം ഡിലേ. അതൊക്കെ ഓടിപ്പിടിക്കുമായിരിക്കും. ഇവിടെ ഒരു മെമോ വന്നിട്ടുണ്ടല്ലോ. ആഗ്രയിൽ നിന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടി എടുത്തു കേട്ടോ. ആഗ്ര കണ്ടോൺമെന്റ്. ഇനിയിപ്പോ ഒരു പോക്കായിരിക്കും. നല്ല സ്പീഡ് എടുത്തിട്ട് പോകാമല്ലോ അല്ലേ? ഇനി ഒരു 190-195 കിലോമീറ്റർ പോകാനുണ്ട് ഡൽഹിയിലേക്ക്. അതിനിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് മഥുരയാണ്. മഥുര കഴിഞ്ഞിട്ട് ഫരീദാബാദ് കഴിഞ്ഞിട്ട് ഹസ്രത്ത് നിസാമുദ്ദീൻ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഇറങ്ങേണ്ട ഡെസ്റ്റിനേഷനായ ന്യൂഡൽഹി. ശരിക്കും പറഞ്ഞാൽ 3 റെയിൽവേ സ്റ്റേഷൻ കഴിയാനുണ്ട്. ഒരു കളറൊന്നുമില്ല അല്ലേ? മണ്ണിൻ്റെ കളർ. അത് ഇതായിട്ടില്ല. നമ്മുടെ ഇഷ്ടിക മാത്രമാണ് കേട്ടോ. ഇഷ്ടികയും മറ്റ് ഇതാ ഇവിടുന്ന് കറക്റ്റ് കാണാം. ഇഷ്ടിക ഏതാ ചുടുകട്ട. മേലേക്കൂടെ റോഡൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഈ ഒരു S7-ൻ്റെ പുറകിലേക്ക് തന്നെ വരുന്നത് പാൻട്രി. അത് കഴിഞ്ഞിട്ട് തേർഡ് എ സി 6 തേർഡ് എ സി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് AC, പിന്നെ ഒരു ജനറൽ ക്ലാസ്സാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ പുറകിൽ ഒരു ലഗേജ്. പിന്നെ ഇതിൻ്റെ മുന്നിലേക്ക് ഇനി S6-ഉം അതുപോലെ S1 അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് 2 ജനറൽ ക്ലാസ് ഉണ്ട് ഫ്രണ്ടിൽ. നമ്മൾ ഈ വണ്ടീൻ്റെ തൊട്ട് മുന്നിൽ ഒരു വണ്ടി ഉണ്ടല്ലോ. മംഗള എക്സ്പ്രസിൻ്റെ മുന്നിൽ പോകുന്നുണ്ട്. അതിന് മിക്കവാറും നമ്മളെ വണ്ടി ഓവർടേക്ക് ചെയ്യുമായിരിക്കും. നമുക്ക് നോക്കാം. പക്ഷേ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ക്യാമറ എടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വണ്ടി പാസ് ചെയ്ത് പോകുന്നതല്ലേ. അതുകൊണ്ട് നമുക്ക് കാണുമോയെന്നറിയാം. പക്ഷെ ഓവർടേക്ക് ചെയ്ത് പോകും. നമ്മൾ അന്ന് മംഗള എക്സ്പ്രസ്സിൽ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കണ്ടായിരുന്നു. ഏകദേശം അങ്ങ് മധുരയൊക്കെ കഴിഞ്ഞിട്ട്. മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്താനായി. അപ്പം ഇവിടെ ഒരു റൂട്ട് കാണുന്നില്ലേ? ഇത് ഏതാണെന്നറിയോ? ഇത് കോട്ടയിൽ നിന്ന് വരുന്ന റൂട്ടാണ്. നമ്മുടെ രാജധാനിയും സമ്പർക്രാന്തിയും യോഗ്നഗരി ഋഷികേശൊക്കെ വരുന്നത് ഈ വഴിയാണ്. ഈ വഴി വന്ന് നേരെ മധുര ജംഗ്ഷൻ. അങ്ങനെയാണ് അവിടെ ജംഗ്ഷൻ വരാൻ കാരണം. മധുര ജംഗ്ഷൻ. മധുരയല്ല, മധുര. മധുരൈ തമിഴ്നാട്ടിലെ സ്ഥലമാണ്. ഇത് മധുര. അങ്ങ് അവിടെ ഒരു വണ്ടി കാണുന്നില്ല. അത് മംഗള എക്സ്പ്രസ് ആണോ ഒരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് നമ്മളെ വണ്ടി എത്തിയത്. അതെന്നാ മംഗളയല്ല കേട്ടാ. നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ മറ്റേ മംഗള എക്സ്പ്രസ് പോകുന്നുണ്ട്. അതിന് നമുക്ക് എന്തായാലും ഓവർടേക്ക് കിട്ടും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്യാമറ എടുക്കുന്ന ചിലപ്പോൾ പെട്ടെന്ന് പോവല്ലേ. വണ്ടി പുറപ്പെട്ടു. ഇവിടെ ജംഗ്ഷൻ വരാനുള്ള കാര്യം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. അതായത് കൊങ്കൺ വഴി നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികളുണ്ടല്ലോ. അതായത് ദുരന്തോ, അതെ, അമൃത്സർ വണ്ടി, യോഗ്നഗരി, സമ്പർക്രാന്തി, രാജധാനി, ഇതൊക്കെ കൊങ്കൺ വഴി വന്നിട്ട് നേരെ കയറുന്നത് ഈ മധുരയാണ്. കോട്ട വഴി വന്നിട്ട് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് നമ്മളെല്ലാം ഒരേ സെയിം റൂട്ട്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. വണ്ടി നല്ല സ്പീഡിലാട്ടാ പോകുന്നത്. നമുക്കിപ്പോൾ മിക്കവാറും മംഗള എക്സ്പ്രസ്സിന് നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യും. അത് ഏത് ഡയറക്ഷനിലുള്ളതെന്ന് അറിയില്ല. ഈ വശത്താണോ അതിന് അപ്പുറത്തെ വശത്താണോ അറിയില്ല. നമ്മൾ തൊട്ട് മുന്നിലത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ മംഗള എക്സ്പ്രസ് ഉണ്ട്. ഇത് സ്ലോ ആയല്ലോ. മിക്കവാറും അത് ഒന്ന് നോക്കി കാണണം. അതൊരു വശത്ത് തന്നെ ആയിരിക്കും വണ്ടി. നമ്മളെങ്ങനെ വീഡിയോ എടുക്കുന്ന അറിയാം. വാതിൽ തുറക്കുമെന്ന് വേണ്ട കേട്ടാ. ഇത് ഓൾറെഡി ഇങ്ങനെ പുറത്തോട്ട് ഇട്ടാൽ മതി ഇതിലൂടെ. ഇപ്പോൾ വണ്ടി സ്ലോ ഡൗൺ ആയി. ഇവിടെ മൊത്തം കൃഷിപ്പാടാണ് കേട്ടോ.
കാരണം വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് ഡോറ് തുറക്കാനൊന്നും പോകണ്ട. നല്ലൊരു ടെക്നിക്കല്ലേ ഇത്. ഇതിലൂടെ ഫരീദാബാദ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ എറണാകുളം, ഹസ്രത്ത് നിസാമുദ്ദീൻ, മംഗള, ലക്ഷദ്വീപ്. ഞങ്ങളിപ്പോൾ ഇതിനെ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യും. ഇതവിടെ നിർത്തിയിട്ടുള്ളത്. നമ്മൾ തന്നെ ആയിരിക്കും ഫസ്റ്റ് പോകുന്നത്. നമ്മൾ തന്നെ ആയിരിക്കും ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇതിനെ ഇവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യും. 2 വണ്ടികൾ ഓൺ ടൈമാണ്. 2 വണ്ടികൾ ഓൺ ടൈം. കുറേ നേരം ഇതിനെ ഓവർടേക്ക് ചെയ്യുന്നു. ഇപ്പോഴാണ് ഓവർടേക്ക് ചെയ്തത്. ഇവർക്ക് ചെയ്യുമായിരിക്കും, കാരണം ഇതൊന്നും ഒരേ ടൈമിൽ തന്നെ ഇവിടെ എത്തി. നമ്മളെ വണ്ടീനെ ആയിരിക്കും ഫസ്റ്റ് പോകുന്നത്. അതിൻ്റെ AC-ൻ്റെ അകത്ത് നല്ല ആൾക്കാർ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. മലയാളികളായിരിക്കും. ഫരീദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മളെ വണ്ടിനെ ആദ്യം എടുത്തത് കേട്ടോ. മംഗള എക്സ്പ്രസ് ഇതാ. മംഗള എക്സ്പ്രസ്സിനെ നമ്മളെ വണ്ടി ഓവർടേക്ക് ചെയ്തല്ലേ? ഓവർടേക്ക് ചെയ്ത്. ഞാൻ അടുത്തത് ഹസ്രത്ത് നിസാമുദ്ദീൻ. പത്ത് 23 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. ഞങ്ങളിപ്പം ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വണ്ടി നിർത്തി ഒരു 5 മിനിറ്റ് നിർത്തിയായിരുന്നു. ഇവിടുന്ന് ഇപ്പോൾ വണ്ടി എടുക്കുകയും ചെയ്തു. അടുത്തത് താങ്ക് യു. ഞാൻ വെച്ച് വേറെ എന്തോ പറയുന്നത് പഞ്ചാബ്. ഭയങ്കര എന്താ പറയാ, നമ്മളെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. ഞാൻ വെച്ച് വേറെ എന്തോ പറയാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പം നമ്മൾ എന്താ പറയാ, സമയം കൃത്യമായി പറയുവാണെങ്കിൽ 2 മണിയായി. വണ്ടി ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഡിലേ ആണ്. ഫരീദാബാദ് കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ നിർത്തിയിട്ടു. അപ്പോൾ ഒരു 2:30 ആകുമ്പോഴത്തേക്കും ഡൽഹി എത്തുമല്ലോ. അപ്പോൾ എന്താ പറയാ, 12:30ക്കാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2:30 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 50 മണിക്കൂർ നമ്മൾ കേരള എക്സ്പ്രസ്സിൽ 2 ദിവസം ഇരുന്നു. സ്ലീപ്പറിൽ 3040 കിലോമീറ്റർ തിരുവനന്തപുരം ടു ന്യൂഡൽഹി. അതായത് നമ്മൾ ട്രെയിൻ പോകുന്ന എന്താ പറയുക സംസ്ഥാനങ്ങളൊന്ന് ഞാൻ പറയാം. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാനിൽ കയറുന്നുണ്ട്. നമ്മുടെ ധോൽപൂർ ഡിസ്ട്രിക്റ്റിൽ കയറുന്നുണ്ട്. അതായത് ഗ്വാളിയർ നിന്ന് ആഗ്രയിലേക്ക് പോകുമ്പോഴാണ് രാജസ്ഥാനിൽ കയറുന്നത്. പിന്നെ ഫരീദാബാദ്, ഹരിയാന, ഫൈനലി ന്യൂഡൽഹി, കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി. അങ്ങനെ 9 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് നമ്മൾ ട്രെയിൻ കവർ ചെയ്യുന്ന പ്രദേശങ്ങൾ എന്ന് പറയാം. ഇത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. വണ്ടി എനിക്കൊന്ന് ഓക്കലാന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ഒരു 40 മിനിറ്റോളം പിടിച്ചിട്ടതല്ലേ. ഇവിടെ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് വണ്ടികളുണ്ടല്ലോ. ഈ ഡൽഹി ഭാഗത്തെത്തുമ്പോൾ ക്യാമറ അധികം പുറത്തോട്ട് ഇടാൻ പറ്റില്ല കേട്ടോ. കള്ളന്മാർച്ചാൽ നല്ല രീതിയിലുണ്ട്. ഒരുപാട് അനുഭവമുണ്ട് നമുക്ക്. ഇത് ശ്രീധാം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇത് ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് ജബൽപൂരിലോട്ട് പോകുന്ന വണ്ടി. ഇത് ജനറൽ ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്തത്. ഇനിയിപ്പോൾ ഒരു 7 കിലോമീറ്റർ കൂടെ ഉണ്ടാവുള്ളൂ. ഇവിടെ വേറൊരു വണ്ടിയുണ്ട്, ഹസ്രത്ത് നിസാമുദ്ദീൻ ജബൽപൂർ. അതിന് അമരാവതിയിലോട്ട് പോകുന്നുണ്ട്. ഒരു റേസ് കയറുന്ന വണ്ടിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അല്ലേ നമ്മളെ കേരള എക്സ്പ്രസ്സിൽ. ഒരു മോശം അനുഭവം ഒന്നും ഉണ്ടായില്ല അല്ലേ? കേരള എക്സ്പ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസത്തെ ഈ ഒരു വേനൽക്കാലം ചൂടല്ലേ, അത് മാത്രമാണ് നമുക്ക് സ്ലീപ്പർ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഈ പറഞ്ഞ അൺറിസർവ്ഡ് ടിക്കറ്റ്, കുറെ ജനറൽ ടിക്കറ്റ് എടുത്ത് കയറുന്നവരും, ആ 2 പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കി കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം അടിപൊളി. കിടന്ന് ഉറങ്ങാനൊക്കെ കംഫർട്ട് തന്നെയാണ്. അതെ അതെ അതെ. രാജധാനി എക്സ്പ്രസ് തിരുവനന്തപുരം. ഓ, ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി. ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി. ഇതിപ്പോൾ എത്തിയതേ ഉള്ളൂ. കാരണം എന്താ അറിയാ, നമ്മൾ കേരള എക്സ്പ്രസ് കയറി അന്നില്ലേ, അന്ന് രാത്രിക്ക് ഒരു രാജധാനി ഉണ്ട് ട്രിവാൻഡ്രത്തുനിന്ന്. ആ രാജധാനി ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ കേട്ടാ. ട്രിവാൻഡ്രം രാജധാനി.
പിന്നെ ഒരു 3 കിലോമീറ്ററും കൂടി ഡൽഹിയിലോട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ പാൻട്രി ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പാൻട്രി ഫുഡ് തന്നെയല്ല. ഒന്നാമത്തെ ദിവസം അത് ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും കണ്ടവർക്ക് അറിയാം. ഒന്നാമത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം പാലക്കാട് നിന്ന് കഴിച്ചത് നല്ല ഫുഡായിരുന്നു. കാരണം ബിരിയാണി, ചിക്കൻ ബിരിയാണി കേരള ടൈപ്പ് തന്നെയായിരുന്നു. രണ്ടാമത്തത് ഏകദേശം മഹാരാഷ്ട്ര, രണ്ടാമത്തെ പാർട്ട് കണ്ടവർക്കറിയാം. രണ്ടാമത്തെ ദിവസം ബൽഹാർഷ മോശം തന്നെയാണ്. ഒരു രസം ഉണ്ടായി, സത്യം പറയാലോ ഒരു രസം ഉണ്ടായില്ല. നല്ല അനുഭവം ഉണ്ടായി, മോശം അനുഭവം ഉണ്ടായി. പിന്നെ അതാണ് പാൻട്രിത്തെ ഫുഡിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി ഓവറോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ മെയിൻ വിഷയം ഈ പറഞ്ഞ ജനറൽ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഭയങ്കര സ്ലീപ്പറിലേക്ക് അവർ തന്നെയാണ് നമ്മൾ ഈ ബാത്റൂം എല്ലാം യൂസ്. രാത്രിക്ക് ഈ നമ്മുടെ ഫുട്പാത്ത് ഇല്ലേ, നമ്മൾ നടന്നു വന്ന വഴി അവിടെയൊക്കെ ഇവര് പായൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലേ. ഇതൊക്കെ ലോകം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അതോ ഇവര് ചാക്കും കെട്ടാന്ന് ഭയങ്കര വലിയ ചാക്കും കെട്ടാ. പിന്നെ ഒന്നാമത് ബുക്കിയും പാനൊക്കെ യൂസ് ചെയ്ത് അതൊന്നും പറയണ്ട. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. AC ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ കേരള എക്സ്പ്രസ്സിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം നമ്പർ എത്രയിലാണെന്നൊരു 7 ആയിരിക്കാനായിരിക്കും ചാൻസ് അല്ലേ? 7 ആയിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനാണ് ന്യൂഡൽഹി. അതുപോലെ തന്നെ 16 പ്ലാറ്റ്ഫോം ഉണ്ട്. 16 പ്ലാറ്റ്ഫോമിൽ ഏതാണെന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. 7 ആണെന്ന് മരു പറഞ്ഞു. ആപ്പിൽ കണ്ടപ്പോൾ 7 കണ്ടത്. ആപ്പിൽ നോക്കിയപ്പോൾ 7 തന്നെ കണ്ടത്. പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ന്യൂഡൽഹി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമ്മുടെ വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. തന്നെ വന്നത്. ഇനിയിപ്പം ബാഗൊക്കെ എടുത്തോ. നമ്മൾ 3 ദിവസം വന്ന് നമ്മുടെ അല്ലേ എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ആൾക്കാരൊക്കെ നിസാമുദ്ദീൻ മലയാളികളൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങി. നിസാമുദ്ദീൻ ഇറങ്ങി എല്ലാവരും. നമ്മുടെ ബാഗൊക്കെ എടുത്ത് ഇനി പുറത്തേക്ക് ഇറങ്ങണം. കാരണം അതിന് പുറത്ത് എത്തിയ ശേഷം അതിന് മുന്നേ എന്താ പറയാ 2-3 വെള്ളം തീർന്നു. വെള്ളം കഴിഞ്ഞു. നല്ല പിന്നെ ഉണ്ടല്ലോ ഡൽഹിയിൽ അതി ശൈത്യമൊന്നുമല്ല കേട്ടോ. നല്ല ചൂട്. അപ്പോൾ ഇറങ്ങിക്കോ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഗോയിബ് ആപ്പിൽ നമ്മൾ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 1 കിലോമീറ്റർ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ 1 കിലോമീറ്റർ 950 മീറ്റർ ഉണ്ട്. അതെ, അങ്ങോട്ടേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നടത്താണ്. എന്നാൽ പിന്നെ പോയേക്കാം അല്ലേ. സമയം ഇപ്പോൾ 2:34. 3 മണിയാകുമ്പോഴത്തേക്കും റൂമിൽ എത്തുമല്ലോ. നമ്മൾ ഹോട്ടലിലോട്ട് നടന്നു പോവുകയാണ്. ഇവിടെ മൊത്തം സൈഡിൽ ഹോട്ടൽസ് മാത്രമേ ഉള്ളൂ അല്ലേ. ഏരിയൻ്റെ പേര് പഹർഗഞ്ച്. അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ. ആ സ്ഥലത്തിനെ പറഞ്ഞ പേര് പകരം ഇഷ്ടംപോലെ റൂംസ് ഒക്കെ ഉണ്ട്. അതെ, ബാർഗെയിൻ ചെയ്താലൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. 1500 രൂപയ്ക്കൊക്കെ AC റൂമൊക്കെ കിട്ടും ഇവിടെ എന്തായാലും. എന്നാ പറയുന്നത്. പക്ഷെ നമ്മളതുകൊണ്ട് ഓൺലൈനിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. അതുകൊണ്ട് ബാർഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നേരെ കയറിപ്പോയാൽ മതിയല്ലോ. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ആ ഒരു നേരത്തെ അങ്ങ് കയറി പോയാൽ മതിയല്ലോ. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇനി അതും വലിയ പണി തരുവാണ്. അത് പണി തരുവാ. നോക്കാം നമുക്ക്. എനിക്ക് ഡൽഹി ആയതുകൊണ്ട് എപ്പോഴും ഭയങ്കര ഒരു ഇതാണ്. നോക്കാം, നമുക്ക് പോയിട്ട് തന്നെ നോക്കാം. ഞങ്ങൾ ബുക്ക് ചെയ്ത പഹർഗഞ്ചിലെ റൂമിലെത്തിയിരിക്കുകയാണ്. ഡബിൾ ബെഡാണ് റൂം. ഇവിടെ ബെയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു. പിന്നെ ഇത് AC റൂമാണ് കേട്ടോ. വിത്ത് AC ആണ്. പക്ഷെ അതിന്റെ ഒറ്റയ്ക്ക് കേൾക്കുന്നുണ്ട്. അതിന്റെ കംപ്രസറിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമുക്ക് കിട്ടിയ റൂം. ചെറിയ റൂമാണ്. പിന്നെ ബാത്റൂം ഒന്ന് കാണണ്ടേ. പ്രശ്നമില്ല, നല്ല ചെറിയൊരു ബാത്റൂമാണ് കേട്ടോ. വൃത്തിയൊക്കെ ഉണ്ട്, നല്ല വൃത്തിയുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇത് കിട്ടിയത് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. 690 ആ ഒരു റേഞ്ചിലാണ് കാണിച്ചത്. ബുക്കിംഗ് വരുമ്പോ 800 ആ റേഞ്ചിലാണ് കിട്ടിയത്. AC റൂം 800 ആണ്. 24 മണിക്കൂറാണ് നോക്കണേ. അതെ. അപ്പൊ എന്താ പറയാ, ഡൽഹിയിൽ ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത് റിട്ടയർ റൂമാണ്. റിട്ടയർ റൂം. അതെ, IRCTC റിട്ടയർ റൂമാണ് നമ്മൾ എല്ലാ സ്ഥലത്തും ബുക്ക് ചെയ്യുന്നത്. പക്ഷേ എന്തോ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന നമ്മളെ കേരള എക്സ്പ്രസിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 ദിവസം മുന്നെയാണ് ബുക്ക് ചെയ്തത്. 8 ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ റിട്ടയർ റൂം കിട്ടില്ല. കാരണം 1 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. അത്രയും ചീപ്പ് ആയതുകൊണ്ട് റിട്ടയർ റൂം AC റൂം അടക്കം അത്ര ചീപ്പ് ആയതുകൊണ്ട് റിട്ടയർ റൂം ഒക്കെ 1 മാസം മുന്നേ തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് റിട്ടയർ റൂം എടുക്കാൻ താമസിക്കുക. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ ഈ റൂമോ ഈ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ കേരള എക്സ്പ്രസിന്റെ. അപ്പം
തിരുവനന്തപുരം തൊട്ട് ഡൽഹി വരെയുള്ള മൂന്നാമത്തെ പാർട്ടാണ് ഇപ്പൊ ഇന്നത്തെ കണ്ടത്. അപ്പൊ എന്താ പറയാ, ഡൽഹിയിലെത്തി. ഇനിയിപ്പോ കുറച്ച് നേരം വിശ്രമിക്കണം, കാരണം ട്രെയിനിൽ തന്നെയാണല്ലോ ഇത്രയും ദിവസം ഇരുന്നത്, 2 ദിവസം ഇരുന്നത്. അതെ അതെ അതെ. ഈ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഇവിടെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ബാക്കിയൊക്കെ വീഡിയോയിൽ ഇത് ഇനിയിപ്പോ ഇതിനെക്കാട്ടും വലിയൊരു കിടിലൻ യാത്രയാണ് അടുത്ത ദിവസം കാണാൻ പോകുന്നത്. അതെ അതെ. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ കേരള എക്സ്പ്രസിന്റെ 3 വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എന്താ പറയാ, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അതുപോലെ ഈ ഒരു കേരള എക്സ്പ്രസിന്റെ ഒരു സീരീസ് അല്ലേ, അതും ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ മാറ്റം ബൈ ബൈ.